നമസ്കാരം. ഇത് 2025 ഏപ്രിൽ 19 ശനിയാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. നാപ്പിൾസിലെ കേബിൾ കാർ അപകടത്തിൽ 2 ബ്രിട്ടീഷ് പൗരന്മാർ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വ്യാഴാഴ്ച വൈകിട്ടാണ് അപകടം ഉണ്ടായത്. വിനോദസഞ്ചാരികളെ വഹിച്ചുകൊണ്ടിരുന്ന കേബിൾ കാറിന്റെ കേബിൾ പൊട്ടിയതിനെ തുടർന്നാണ് അപകടം ഉണ്ടായത്. നഗരത്തിന് 45 കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന മോണ്ടിഫൈറ്റു എന്ന കൊടുമുടിയിലാണ് അപകടമുണ്ടായത്. ദിവസങ്ങൾക്ക് മുൻപാണ് കേബിൾ കാർ സർവീസുകൾ ഇവിടെ വീണ്ടും തുറന്നത്. വെസൂവിയസ് പർവ്വതത്തിന്റെയും നേപ്പിൾസ് ഉൾക്കടലിന്റെയും കാഴ്ചകൾക്ക് കേബിൾ കാർ പ്രശസ്തമാണ്. 2021 വടക്കൻ മാഗിയോർ തടാകത്തിനടുത്തുള്ള ഒരു പർവ്വതവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കേബിൾ കാർ നിലത്തിലേക്ക് മറിഞ്ഞ് ഇറ്റലിയിൽ 14 പേർ മരിച്ചിരുന്നു. വിക്ടോറിയൻ യൂറോപ്പ് ഡേയുടെ 80ാം വാർഷികം പ്രമാണിച്ച് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പബ്ബുകൾ രാത്രി വൈകി 1 മണി വരെ തുറന്നിരിക്കുമെന്ന് അറിയിച്ച സർക്കാർ. സാധാരണയായി 11 മണിക്ക് അടയ്ക്കുന്ന പബ്ബുകൾക്കും ബാറുകൾക്കും മെയ് 8 വ്യാഴാഴ്ച അധിക 2 മണിക്കൂർ സേവനം കൂടുതൽ തുടരുവാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി KS സ്റ്റാമർ അറിയിച്ചു. രാജ്യത്തെ സേവിച്ച എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ഇത് അവസരം നൽകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. മുൻ വർഷങ്ങളിലെ വിക്ടറി യൂറോപ്പ് ഡേയുടെ വാർഷികങ്ങളിലും പ്രധാന രാജകീയ ആഘോഷങ്ങളിലും യൂറോ 2024 ഫൈനൽ പോലെയുള്ള പ്രധാനപ്പെട്ട കായിക മത്സരങ്ങളിലും പബ്ബ് ലൈസൻസ് സമയത്തിന് ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ചാനൽ മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബോട്ടിൽ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട ഒരു കുടിയേറ്റക്കാരൻ അടിയന്തര സർവീസ് എത്തുന്നതിന് മുന്നേ മരിച്ചതായി ഫ്രഞ്ച് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ചെറിയ ബോട്ടിൽ നിന്ന് വന്ന ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ RNLI ഓവർ വെതർ ലൈഫ് ബോട്ട് അയച്ച് രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചതായും അയാൾ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചതായും ബോട്ടിലുണ്ടായിരുന്ന മറ്റു ആളുകളെ ഡോവറിലേക്ക് കൊണ്ടുവന്നതായും പോലീസ് അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം ഉണ്ടായത്. കുടിയേറ്റം ഒഴിവാക്കുന്നതിനായി UK ബോർഡർ ഫോഴ്സ് കപ്പലുകളും RNLI ലൈഫ് ബോട്ടുകളും HM കോസ്റ്റ് ഗാർഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഹെലികോപ്റ്ററും മാരിടൈം ആൻഡ് കോസ്റ്റ് ഗാർഡ് ഏജൻസിയും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബോർഡർ ഫോഴ്സ് അറിയിച്ചു. ഈ വർഷം ഇതുവരെ 9,000-ലധികം പേർ ചെറുബോട്ടുകളായി ഇംഗ്ലീഷ് ചാനൽ കടന്ന് എത്തിയിട്ടുണ്ട്. പ്രശസ്ത സ്വിസ് ചോക്ലേറ്റ് ബ്രാൻഡായ ടോബ്ലറോൺ അതിന്റെ ഡാർക്ക് ചോക്ലേറ്റ് ബാർ UKയിൽ നിർത്തലാക്കി. കമ്പനിയുടെ തീരുമാനം ചില ഉപഭോക്താക്കൾക്ക് നിരാശാജനകമായിരിക്കുമെന്ന് അംഗീകരിച്ചാലും ടോബ്ലറോൺ ബ്രാൻഡിൽ തുടർന്നും നിക്ഷേപം നടത്തുമെന്ന് അറിയിച്ച കമ്പനി മറ്റു രാജ്യങ്ങളിലെ വിപണികളിൽ ഈ ഡാർക്ക് ചോക്ലേറ്റ് പതിപ്പ് ലഭ്യമാവുമോ എന്നതിനെക്കുറിച്ച് കമ്പനി വ്യക്തത നൽകിയിട്ടില്ല. ഡാർക്ക് ചോക്ലേറ്റ് പതിപ്പ് പിൻവലിച്ചെങ്കിലും ടോബ്ലറോണിന്റെ മിൽക്ക് വൈറ്റ് ചോക്ലേറ്റ് പതിപ്പുകൾ, മറ്റ് പ്രത്യേക പതിപ്പുകൾ എന്നിവ ബ്രിട്ടനിലെ സൂപ്പർ മാർക്കറ്റുകളിലും ഡ്യൂട്ടി ഫ്രീ ഔട്ട്ലെറ്റുകളിലും ലഭ്യമാകും. എഡ്വിൻബറോയിലെ ഒരു വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ മയക്കുമരുന്ന്, തോക്ക് എന്നിവ പിടികൂടിയതിന്റെ അടിസ്ഥാനത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. 41ഉം 61ഉം വയസ്സുള്ള 2 പുരുഷന്മാരും 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ ഇന്ന് എഡ്വിൻബർഗ് ഷെരീഫ് കോടതിയിൽ ഹാജരാക്കും. വ്യാഴാഴ്ച ക്രൂ റോഡ് ഗാർഡൻസിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് ഒരു തോക്കും നിരവധി മൊബൈൽ ഫോണുകളും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള നിരവധി സാധനങ്ങൾ പോലീസ് പിടിച്ചെടുത്തത്. വിപുലമായ അന്വേഷണങ്ങൾ തുടരുകയാണെന്നും രാജ്യത്തിന്റെ കിഴക്കും പടിഞ്ഞാറും അടുത്തിടെ നടന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് സംഭവമെന്നും സ്കോട്ട്ലൻഡ് പോലീസ് അറിയിച്ചു. പ്രീമിയർ ലീഗിലെ 33ാം റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 59 പോയിന്റുകളോടെ ടേബിളിൽ 3ാം സ്ഥാനത്തുള്ള ന്യൂകാസിൽ 54 പോയിന്റുകളോടെ ടേബിളിൽ 7ാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ലയെ നേരിടും. ആസ്റ്റൺ വില്ലയുടെ ഹോം ഗ്രൗണ്ടായ വില്ല പാർക്കിലാണ് മത്സരം. ഗുഡിസൺ പാർക്കിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ എവർട്ടൺ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടും. 55 പോയിന്റുകളോടെ ടേബിളിൽ 5ാം സ്ഥാനത്താണ് സിറ്റി ഇപ്പോഴുള്ളത്. 38 പോയിന്റുകളുള്ള എവർട്ടൺ 13ാം സ്ഥാനത്തുമാണ്. ജിടെക് കമ്മ്യൂണിറ്റി സ്റ്റേഡിയത്തിൽ ബ്രെൻഫോർഡ് ബ്രൈറ്റൺ പോരാട്ടവും വെസ്റ്റ് ഹാം സൗതാംപ്ടൺ ക്രിസ്റ്റൽ പാലസ് ബൗൺമൗത്ത് എന്നീ മത്സരങ്ങളും ഇന്ന് നടക്കും.
ലേസ്റ്റർ കേരള കമ്മ്യൂണിറ്റി സംഘടിപ്പിക്കുന്ന യൂണിറ്റി ഫെസ്റ്റിവൽ 2025 ഏപ്രിൽ 26 ശനിയാഴ്ച നടക്കും. ശനിയാഴ്ച വൈകിട്ട് 3 മുതൽ 10 വരെ ബ്രിസ്റ്റോളിലെ ദി കാഡേഴ്സ് അക്കാദമിയിലാണ് പരിപാടി നടക്കുന്നത്. ലേസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ 20ാം വാർഷിക ആഘോഷങ്ങൾക്ക് കൂടിയാണ് യൂണിറ്റി ഫെസ്റ്റിവലിലൂടെ തുടക്കമാകുന്നത്. ലേസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ പ്രിയ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളോടൊപ്പം വൈവിധ്യമാർന്ന മലബാർ വിഭവങ്ങൾ അടങ്ങിയ മിതമായ നിരക്കിലുള്ള ഫുഡ് സ്റ്റാളുകളും പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകും. ലേസ്റ്റർ കേരള കമ്മ്യൂണിറ്റി ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഈദ്, വിഷു, ഈസ്റ്റർ ആഘോഷമായ LKC യൂണിറ്റി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമാകുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ആഘോഷത്തിലേക്ക് ലേസ്റ്റർ മലയാളികൾക്ക് പ്രവേശനം സൗജന്യമാണ്. ക്രിസ്തുവിന്റെ പീഡനാനുഭവങ്ങൾ അനുസ്മരിച്ച് ക്രൈസ്തവർ ഇന്നലെ ദുഃഖവെള്ളി ആചരിച്ചു. UK-യിലെ വിവിധ ഇന്ത്യൻ ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളാണ് നടന്നത്. സീറോ മലബാർ, ഇന്ത്യൻ ഓർത്തഡോക്സ്, യാക്കോബായ, മലങ്കര കാത്തോലിക്ക ദേവാലയങ്ങളിൽ ഇന്നലെ രാവിലെ 8 മുതൽ ആരംഭിച്ച പീഡനാനുഭവ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ നിരവധി വിശ്വാസികളാണ് എത്തിയത്. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ സംഭവത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിനായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പോലീസ് പറഞ്ഞതിലും അരമണിക്കൂർ നേരത്തെയാണ് ഷൈൻ എത്തിയത്. രാവിലെ 10:30 ഹാജരാകാനായിരുന്നു ഷൈനെ പോലീസ് നോട്ടീസ് നൽകിയത്. യാത്രയിലായതിനാൽ വൈകിട്ട് 3:30 ഷൈൻ ഹാജരാകുമെന്നായിരുന്നു പിതാവ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നതെങ്കിലും 10:30 തന്നെ എത്തുമെന്ന് പോലീസ് പിന്നീട് അറിയിക്കുകയായിരുന്നു. വാഹന പരിശോധനയ്ക്കിടെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത വാഹന ഉടമകൾക്ക് പിഴ ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുന്നത് ഒഴിവാക്കും. മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തുള്ള വാഹന പരിശോധനയിൽ നടക്കുന്നത് ഗുരുതര ചട്ടലംഘനമാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇത്. കണ്ണൂർ സർവകലാശാലയിലെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കാരണം പരീക്ഷ നടത്തിപ്പിലെ പിഴവെന്ന ആരോപണം. പരീക്ഷയ്ക്ക് 2.5 മണിക്കൂർ മുൻപ് കോളേജുകളിലേക്ക് ചോദ്യപേപ്പർ ഇമെയിൽ വഴി അയക്കുന്നതാണ് രീതി. ശേഷം കോളേജിൽ നിന്ന് ചോദ്യപേപ്പർ പ്രിന്റ് എടുത്താണ് പരീക്ഷ നടത്തുന്നത്. ഇത്തരത്തിൽ ചോദ്യപേപ്പർ പ്രിന്റ് എടുത്ത് നൽകിയപ്പോഴായിരിക്കാം ചോർന്നതെന്നാണ് കണ്ടെത്തൽ. ഇനം അലോപ്പതി മരുന്നുകളുടെ മിശ്രിതങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും ജീവരക്ഷാ മരുന്നുകളും ഉൾപ്പെടെയുള്ളവയാണ് നിരോധിച്ചത്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ മിശ്രിതങ്ങളും നിരോധിത പട്ടികയിൽ ഉൾപ്പെടുന്നു. പരിശോധനയില്ലാതെ സംസ്ഥാനങ്ങൾ മരുന്നുകൾക്ക് അനുമതി നൽകിയെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.